ഹരി രാമ ഹരി രാമ രാമ ഹരി ഹരി ഹരേ കൃഷ്ണ 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 ജയ ഹരി ഹരി രാമ ഹരി രാമ 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 ജയ ഹരി ഹരി കൃഷ്ണ 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 ജയ ഹരി ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ 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 ജയ ഹരി ഹരി രാമ ഹരി രാമ 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 ജയ ഹരി ഹരി കൃഷ്ണ 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 ജയ ഹരി ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ 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 ജയ ഹരി രാമ ഹരി രാമ രാമ ജയ ഹരി കൃഷ്ണ 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 ജയ ഹരി ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ 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 ജയ ഹരി രാമ ഹരി രാമ രാമ ജയ ഹരി കൃഷ്ണ 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 ജയ ഹരി ഹരി രാമ ഹരി രാമ 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 ജയ ഹരി ഹരേ കൃഷ്ണ 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 ജയ ഹരി ഹരി രാമ ഹരി രാമ 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 ജയ ഹരി ഹരേ കൃഷ്ണ 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 ജയ ഹരി ഹരി രാമ ഹരി രാമ 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 ജയ ഹരി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, പ്രണാമം. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി, പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി, പ്രണാമം മാതാജി, പ്രണാമം മാതാജി. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി, പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദിരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. 13 ധൃതരാഷ്ട്രർ കൊട്ടാരം ഉപേക്ഷിക്കുന്നു ഒന്നാമത്തെ സ്കന്ധത്തിലെ ശ്ലോകം 54 നമ്മൾ എടുക്കേണ്ടത് അല്ലെ. 54 അല്ലേ? 54. ഇന്നത്തെ ശ്ലോകത്തില് നമ്മൾ എന്താ പറഞ്ഞത്? ഇന്നലത്തെ ശ്ലോകത്തില് നമ്മള് ഒന്നില് പറഞ്ഞു പുണ്യ നദിയായിട്ടുള്ള ഗംഗ 7 ശാഖകളായിട്ട് തിരിഞ്ഞ് സപ്തർഷികൾക്ക് എന്താണ് അവർക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ഗംഗാജലം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞു. ആ ഗംഗയുടെ ആദരവ്, സപ്തർഷികളോടുള്ള ആദരവ് ഗംഗാ നദി പ്രകടമാക്കിയതായിട്ട് കണ്ടു. അത് കഴിഞ്ഞ് അടുത്ത ശ്ലോകത്തില് ജലം മാത്രം കഴിച്ച് അഷ്ടാംഗയോഗ ശീലിച്ചു. അതിനെ കുറിച്ചാണ് പറഞ്ഞത്. 3 നേരവും ജലം മാത്രം വെള്ളം കുടിച്ചുകൊണ്ട് ത്രികാല സ്നാനം 3 നേരം സ്നാനം ചെയ്തു. പിന്നെ ഭൗതികമായ കാര്യങ്ങളെല്ലാം മോചനം നേടാനായിട്ട് അവർക്ക് സാധിച്ചു. ഭഗവാനെ പ്രാപിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് ധൃതരാഷ്ട്രർ അല്ലെ. അങ്ങനെ പിന്നെന്താ പറഞ്ഞത്? പിന്നെ അതില് ഭോഗിയെ കുറിച്ചും യോഗിയെ കുറിച്ചും പറയുന്നുണ്ട് അല്ലെ. ഭോഗി ആരാണ്, യോഗി ആരാണെന്ന് കൂടി പറഞ്ഞു. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തവന് നമ്മൾ എന്ത് പറയുന്നു? യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിയന്ത്രിക്കാൻ കഴിയുന്നവര്, അമിതമായ ഭക്ഷണം എടുക്കുന്നവർ യോഗി എന്നും പറയുന്നു എന്ന് കണ്ടു. പിന്നെ നമ്മൾ അതിൽ അഷ്ടാംഗ യോഗയെ കുറിച്ചാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അഷ്ടാംഗ യോഗ പറഞ്ഞത് ധൃതരാഷ്ട്രർ ശരിക്കും നല്ലൊരു യോഗി കൂടി ആവാണല്ലേ. ധൃതരാഷ്ട്രർ യോഗ എന്താ പറയാ ധൃതരാഷ്ട്രന്റെ 54 നമ്മള് കഴിയാത്ത ഒരാൾക്ക്
യോഗിയാവാൻ സാധ്യമാകുന്നില്ല. സാധിക്കില്ല. ഹരേ കൃഷ്ണ. അപ്പൊ ശ്ലോകം 54 നോക്കാം ഇനി. അതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ് അടുത്തതും പറയുന്നത്. യോഗാസിദ്ധി അഷ്ടാംഗ യോഗയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ച് തന്നെയാണ് അടുത്തതിലും പറയുന്നത്. ശ്ലോകം 54. ഓം നമോ ഭഗവതേ വാസുദേവായ. ജിതാസനോജിതാശ്വാസ പ്രത്യാഹൃതാ ഷഠിത്രിയഃ ഹരിഭാവനായ ദസ്ത രജസത്വതമോമലഃ. ചിതാസനോജിതാശ്വാസ പ്രത്യാഹൃതാ ഷഠിന്ദ്രിയഃ ഹരിഭാവനായ ദസ്ത രജസത്വതമോമലഃ. ചൊല്ലാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജിതാസന ആസനങ്ങളെ ജിതാസന ആസനങ്ങളെ നിയന്ത്രിച്ചവൻ. ജിതാശ്വാസ ശ്വസന പ്രക്രിയ നിയന്ത്രിച്ചവൻ. പ്രത്യാഹൃത മടങ്ങുക. ഷഡ് 6 ഇന്ദ്രിയങ്ങൾ. ഹരി പരമദിവ്യോത്തമ പുരുഷൻ. ഭാവനയ അമഗ്നനായി. ത്വസ്ത കീഴടക്കി. രജസ് സത്വം. തമസ് മല മാലിന്യങ്ങൾ. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് ജയ്. വിവർത്തനം യോഗാസനങ്ങളെയും ശ്വസന പ്രക്രിയയും നിയന്ത്രണത്തിലാക്കിയ ഒരുവന് ഇന്ദ്രിയങ്ങളെ പരമദിവ്യോത്തമ പുരുഷന് നേരെ തിരിക്കാൻ കഴിയുന്നു. അപ്രകാരം ലൗകികമായ സത്വ രജസ് തമസ് എന്നീ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ മാലിന്യങ്ങളാൽ ബാധിക്കപ്പെടാത്തവനായി തീരുകയും ചെയ്യും. അപ്പൊ ഈ യോഗാസനങ്ങളും ശ്വാസന പ്രക്രിയയും നിയന്ത്രണത്തിലാക്കിയ ഒരു വ്യക്തി, അതായത് യോഗാസനങ്ങളെയും അതുപോലെ തന്നെ ശ്വാസപ്രക്രിയയും നിയന്ത്രണത്തിലാക്കാൻ സാധിച്ചൊരു വ്യക്തി ഒരുവനെ ഇന്ദ്രിയങ്ങളെ പരമദിവ്യോത്തമ പുരുഷന് നേരെ തിരിക്കാൻ കഴിയും. അതായത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ആ വ്യക്തിക്ക് കഴിയും. അപ്പൊ അപ്രകാരം സത്വ രജോ തമോ ഗുണങ്ങള് ഭൗതിക പ്രകൃതിയുടെ ഈ 3 ഗുണങ്ങളുടെ മാലിന്യത്തിൽ നിന്നും ബാധിക്കപ്പെടാത്തവനായിട്ട് ഈ 3 ഗുണങ്ങളിൽ നിന്നും മറികടക്കാനും ആ വ്യക്തിക്ക് സാധിക്കും. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും സാധിക്കും, 3 ഗുണങ്ങളെ മറികടക്കാനും ആ വ്യക്തിക്ക് സാധിക്കും. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് ജയ്. യോഗമുറയിലെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ മുതലായവയാകുന്നു. പവിത്രമായ സ്ഥലത്ത് ഉപവിഷ്ടനാവുകയും പരമദിവ്യോത്തമ പുരുഷനായ ഹരി എന്ന ഏക പൊരുളിൽ ഏകാഗ്രനാകുകയും ചെയ്യുകയാൽ മഹാരാജാവ് ധൃതരാഷ്ട്രർ ആ പ്രാരംഭ നടപടികളിൽ വിജയിയായി തീരും. അപ്രകാരം അദ്ദേഹത്തിന്റെ സർവ്വ ഇന്ദ്രിയങ്ങളും ഭഗവത് സേവനത്തിൽ നിയുക്തമായിരുന്നു. ഈ പ്രക്രിയ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ മാലിന്യങ്ങളിൽ നിന്നും മുക്തി നേടാൻ ഭക്തനെ നേരിട്ട് സഹായിക്കുന്നു. ഏറ്റവും ഉയർന്ന ഗുണമായ ഭൗതികമായ സത്വഗുണം പോലും ഭൗതിക ബന്ധനത്തിന് ഹേതുവാകുന്നു. എന്നിരിക്കെ രജസ് തമസ് എന്നീ മറ്റു ഗുണങ്ങളുടെ കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ടോ? ഭൗതിക ആസ്വാദനത്തിലുള്ള ഔത്സുക്യം, സമ്പത്തും അധികാരവും സ്വരൂപിക്കാനുള്ള ശക്തമായ കാമാവാസന എന്നീ ഭൗതിക പ്രവണതകളെ രജസ് തമസ് ഗുണങ്ങൾ അധികരിക്കുന്നു. ഈ 2 അധമ മനോഭാവങ്ങളെ കീഴടക്കി ജ്ഞാനവും സദാചാരവും നിറഞ്ഞ സത്വഗുണത്തിന്റെ തലത്തിലേക്ക് തന്നെ ഉയർത്തിയ ഒരുവന് പോലും പഞ്ചേന്ദ്രിയങ്ങളായ കണ്ണ്, നാക്ക്, മൂക്ക്, കാത്, സ്പർശം എന്നിവയെ നിയന്ത്രിക്കാൻ കഴിയില്ല. എന്നാൽ മുകളിൽ പ്രസ്താവിച്ച ഭഗവാൻ ഹരിയുടെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ച ഒരുവന് ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളുടെ സർവ്വവിധ സ്വാധീനങ്ങളെയും അതിക്രമിച്ച് ഭഗവത് സേവനത്തിൽ അടിയുറപ്പിച്ചിരിക്കുവാൻ കഴിയുന്നു. ഇവിടെ എന്താ പറഞ്ഞ, യോഗാമുറയിലെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, ധാരണ മുതലായവയാകുന്നു. അപ്പൊ നമ്മള് അഷ്ടാംഗ യോഗയുടെ നമുക്കറിയാം, യമ, നിയമ, ആസന, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി. അതാണ് അതില് പവിത്രമായ സ്ഥലത്ത് ഉപവിഷ്ടനാവുകയും പിന്നെ അതുപോലെ തന്നെ പരമദിവ്യോത്തമ പുരുഷനായ ഹരി എന്ന ഏക പൊരുളിൽ
ഏകാഗ്രനാകുകയും ചെയ്തു കഴിഞ്ഞാൽ മഹാരാജാവ് ധൃതരാഷ്ട്രം എങ്ങനെയാണ് ചെയ്തത് കൊണ്ട് തന്നെ അദ്ദേഹം പ്രാരംഭ നടപടികളിൽ വിജയായി തീർന്നു നമുക്ക് പറയാം. അപ്രകാരം അദ്ദേഹത്തിന്റെ എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവത് സേവനത്തില് നിയുക്തമായിരുന്നു. അപ്പോ എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ സേവനത്തിലേക്ക് നിയുക്തമായിരുന്നു. ഈ പ്രക്രിയ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ മാലിന്യങ്ങളിൽ നിന്നും മുക്തി നേടാനായിട്ട് ഒരു വ്യക്തിയെ സഹായിക്കും. അപ്പോ ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സേവനത്തിൽ നിയുക്തമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തിക്ക് എന്ത് സാധിക്കും? ത്രിഗുണങ്ങളിൽ നിന്നും മറികടക്കാനും ആ വ്യക്തിയെ അത് സഹായിക്കുന്നു. ഇപ്പൊ ഏറ്റവും നമ്മള് ത്രിഗുണങ്ങളിൽ ഏറ്റവും ഉയർന്ന ഗുണമായിട്ട് എന്തിനാ പറയുന്നത്? സത്വഗുണം. ആ സത്വഗുണം പോലും എങ്ങനെയാണ്? ഭൗതിക ബന്ധനത്തിന് ഹേതുവാകുന്നതാണ്. അപ്പൊ പിന്നെ രജോ ഗുണത്തിന്റെ തമോ ഗുണത്തിന്റെ കാര്യത്തെ എടുത്തു പറയേണ്ടത് ആവശ്യമില്ലല്ലോ. ഭൗതിക ആസ്വാദനത്തിനുള്ള ഔത്സുക്യം, സമ്പത്ത്, അധികാരവും സ്വരൂപിക്കാനുള്ള ശക്തമായ കാമാവാസന എന്നീ ഭൗതിക പ്രവണതകളെ രജസ് തമോ ഗുണങ്ങൾ അധികരിക്കുന്നു. ഇപ്പൊ രജോ ഗുണം തമോ ഗുണത്തിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകത എന്താണ്? ഭൗതികമായിട്ടുള്ള സമ്പത്തുകളും അധികാരവും ഒക്കെ സ്വരൂപിക്കാനുള്ള ഒരു ശക്തമായ കാമവാസന എന്തിലുണ്ടായിരിക്കും? ഈ രജോ ഗുണത്തിലുള്ളവർക്കും തമോ ഗുണത്തിലുള്ളവർക്കും ഉണ്ടാകാം. രജോ ഗുണത്തിലുള്ളവർക്ക് അധികരിക്കുന്നതാണിത്. ഈ രണ്ട് അധമ മനോഭാവങ്ങളെ കീഴടക്കി ജ്ഞാനവും സദാചാരവും നിറഞ്ഞ സത്വഗുണത്തിന്റെ തലത്തിലേക്ക് തന്നെ ഉയർത്തിയ ഒരുവന് പോലും പഞ്ചേന്ദ്രിയങ്ങളായ കണ്ണ്, നാക്ക്, മൂക്ക്, കാത്, സ്പർശം എന്നിവയെ നിയന്ത്രിക്കാൻ കഴിയില്ല. അപ്പൊ ഈ രണ്ട് ഗുണങ്ങളുടെ അപ്പുറം അതാണ് സത്വഗുണം. ആ സത്വഗുണം എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താ പറയണ നമ്മള് ജ്ഞാനം, മെയിൻ ആയിട്ട് പറയണത് ജ്ഞാനമാണ്. പിന്നെ അതുപോലെ തന്നെ ക്ഷമ, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? സത്വഗുണത്തിൽ വരുന്നതാണ്. അപ്പൊ സത്വഗുണത്തില് ഉയർന്നൊരു വ്യക്തിക്ക് പോലും നമ്മുടെ ഇന്ദ്രിയങ്ങളായിട്ടുള്ള കണ്ണ്, നാക്ക്, മൂക്ക്, കാത്, സ്പർശം ഇതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ മുകളിൽ പ്രസ്താവിച്ച പോലെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ചൊരുവനാണെങ്കിലോ ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ സ്വാധീനത്തിനെ അതിക്രമിച്ച് ഭഗവത് സേവനത്തിൽ അടിയുറച്ചിരിക്കാൻ കഴിയും. അപ്പൊ ഈ 3 ഗുണങ്ങളെ അതിക്രമിക്കാനായിട്ട് ആർക്കാണ് സാധിക്കുന്നത്? ഭഗവാന്റെ പാദങ്ങളിൽ ശരണം പ്രാപിച്ചൊരു വ്യക്തിക്കാണ് സാധിക്കുന്നത്. ആകയാൽ ഭക്തിയോഗ പ്രക്രിയ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ പ്രേമയുഗ സേവനത്തിൽ നേരിട്ട് നിയുക്തമാക്കുന്നു. അപ്പൊ അതിന് ഏറ്റവും നല്ലത് എന്താ പറഞ്ഞ? ഭക്തിയോഗ പ്രക്രിയ. ഭക്തിയോഗ പ്രക്രിയയിലൂടെ ഒരു വ്യക്തിക്ക് എന്ത് സാധിക്കും? ഭഗവാന്റെ പ്രേമയുഗ സേവനത്തിൽ നേരിട്ട് നിയുക്തമാകാനായിട്ട് എന്ത് സാധിക്കും? ഭക്തിയോഗ പ്രക്രിയ സാധിക്കുന്നു. ഇത് നിർവാഹകനെ ഭൗതിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിന്ന് തടയുന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഭൗതിക പ്രവർത്തനങ്ങളിൽ നിന്നും ആരെ തടയും? ഈ വ്യക്തിയെ തടയുന്നു. ഭൗതിക ബന്ധനത്തിൽ നിന്നും ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമയുഗ സേവനത്തിൽ തിരിക്കുന്ന ഈ പ്രക്രിയയെ പ്രത്യാഹാരമെന്നും ശ്വസന പ്രക്രിയയെ പ്രാണായാമമെന്നും വിശേഷിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് ഭൗതിക ബന്ധനത്തിൽ നിന്നും ഇന്ദ്രിയങ്ങളെ ഭക്തിയുടെ സേവനത്തിൽ തിരിക്കുന്ന പ്രക്രിയയാണ് പ്രത്യാഹാരം. അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് നമ്മൾ മാറ്റുന്നതിന് പ്രത്യാഹാരം എന്നും ആ ശ്വാസം നിയന്ത്രിക്കുന്ന ശ്വസന പ്രക്രിയയെ പ്രാണായാമമെന്നും. ഇത് ആത്യന്തികമായി എല്ലാ പ്രകാരത്തിലും പരമപുരുഷ ഭഗവാൻ ഹരിയെ പ്രീതിപ്പെടുത്തുന്നതിൽ ആമഗ്നമാകുന്ന സമാധിയിൽ അവസാനിക്കുന്നു. അപ്പൊ ഇതിന്റെ എല്ലാ തരത്തിലും ഇത് ലാസ്റ്റ് എന്തിലേക്കാണ് എത്തുന്നത്? അപ്പൊ ഇതും ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന ആ സമാധിയിലാണ് അവസാനിക്കുന്നത്. സമാധി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? ഭഗവാനെ നമ്മള് കാണുന്ന ഒരു അവസ്ഥ. ആ ഒരു അവസ്ഥയിലേക്കാണ് ഇതും പരമാനന്ദം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇതും എത്തിക്കുന്നത് ആത്യന്തികമായി. അപ്പം ഈ യോഗയിലൂടെ ലക്ഷ്യം എന്താണ്? ഭഗവാനെ പ്രാപിക്കുക എന്നുള്ളതാണ്. ലാസ്റ്റ് നമ്മൾ ആരത്തിനെ കാണാൻ സമാധിയില്? ഭഗവാനെ തന്നെയാണ് അവിടെ നമ്മൾ പരമപുരുഷനായ ഭഗവാൻ ഹരിയെ പ്രീതിപ്പെടുത്താൻ തന്നെയാണ് അതിലും നമ്മൾ ലാസ്റ്റ് എത്തുന്നത്, സമാധിയിൽ എത്തുന്നത്. ഹരേ കൃഷ്ണ. ശ്ലോകം 55. വിജ്ഞാനാത്മനി സംയോജ്യ ക്ഷേത്രജ്ഞേ പ്രവിലാപ്യതം ബ്രഹ്മണ്യാത്മനമാധാരേ ഘടാംബരിമിവാംബരേ. വിജ്ഞാനാത്മനി സംയോജ്യ ക്ഷേത്രജ്ഞേ പ്രവിലാപ്യതം ബ്രഹ്മണ്യാത്മനമാധാരേ ഘടാംബരാമിവാംബരേ. ചൊല്ലിക്കോളൂ. ഓം നമോ ഭഗവതേ
ആത്മാനമാത്മനി സംയോജ്യാസേത് പ്രാപ്യതം ബ്രാഹ്മണ്യാത്മനാ സമാഹാരേ. കൃഷ്ണ. വിജ്ഞാന ശുദ്ധമായ വ്യക്തിത്വം ആത്മനി ബുദ്ധിയിൽ സംയോജ്യ യുക്തമായി സംയോജിപ്പിച്ച് ക്ഷേത്രജ്ഞ ജീവസത്തയുടെ കാര്യത്തിൽ പ്രവിലാപ്യ വിലയിപ്പിക്കുക തം അവനെ ബ്രഹ്മണി പരമോന്നതനിൽ ആത്മാനം ശുദ്ധ ജീവാത്മാവ് ആധാരെ സംഭരണിയിൽ ഘട അംബരം തടയപ്പെട്ട ആകാശം ഇവ പോലെ അംബരെ പരമമായ ആകാശത്തിൽ. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് ജയ്. വിവർത്തനം ധൃതരാഷ്ട്ര തന്റെ ശുദ്ധ വ്യക്തിത്വത്തെ ബുദ്ധിയുമായി സംയോജിപ്പിച്ച ശേഷം ജീവസത്ത എന്ന നിലയിൽ പരബ്രഹ്മവുമായുള്ള തന്റെ ഗുണപരമായ ഐക്യത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തോടെ പരമപുരുഷനിൽ വിലയം പ്രാപിക്കേണ്ടതുണ്ട്. തടയപ്പെട്ട ആകാശത്തിൽ നിന്നും സ്വതന്ത്രനായി അദ്ദേഹം ആത്മീയ ആകാശത്തിലേക്ക് ഉയരേണ്ടതാണ്. അപ്പൊ ധൃതരാഷ്ട്രർ തന്റെ ശുദ്ധ വ്യക്തിത്വത്തെ ബുദ്ധിയുമായിട്ട് സംയോജിപ്പിച്ച ശേഷം ജീവസത്ത എന്ന നിലയില് ജീവാത്മാവ് എന്ന നിലയില് പരബ്രഹ്മവുമായുള്ള തന്റെ ഗുണപരമായ ഐക്യത്തെ കുറിച്ചുള്ള ജ്ഞാനത്തോടൊപ്പം ആ ജീവാത്മാവും ഭഗവാനും തമ്മില് ഗുണപരമായിട്ട് എങ്ങനെയാണ് ഐക്യം, ഗുണപരമായിട്ട് ഒരേപോലെയാണ്. ആ അറിവ് വെച്ചുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് പരമപുരുഷനിൽ വിലയം പ്രാപിക്കേണ്ടതുണ്ട്. ആ തടയപ്പെട്ട ആകാശത്തിൽ നിന്നും സ്വതന്ത്രനായി അദ്ദേഹം ആത്മീയ ആകാശത്തിലേക്ക് ഉയരേണ്ടതാണ്. അപ്പൊ അദ്ദേഹം എന്തിലേക്ക് മാറണതിന് വേണ്ടിയിട്ട് ആത്മീയ ആകാശത്തിലേക്ക് അദ്ദേഹത്തിന് ഉയരേണ്ടതാണ്, ആത്മീയ തലത്തിലേക്ക് ഉയരേണ്ടതാണ്. അപ്പൊ ധൃതരാഷ്ട്രർ തന്റെ ശുദ്ധ വ്യക്തിത്വത്തെ ബുദ്ധിയുമായി സംയോജിപ്പിച്ച ശേഷം ജീവസത്ത എന്ന നിലയിൽ പരബ്രഹ്മമായിട്ടുള്ള തന്റെ ഗുണപരമായ ഐക്യത്തെ കുറിച്ചുള്ള ജ്ഞാനത്തോടെ ഭഗവാനുമായിട്ട് വിലയം പ്രാപിക്കണം. അതിന് എന്ത് വേണം? തടയപ്പെട്ട ആകാശത്തിൽ നിന്ന് സ്വതന്ത്രനായി അദ്ദേഹം ആത്മീയ ആകാശത്തിലേക്ക് ഉയരേണ്ടതാണ്. ഈ തടയപ്പെട്ട ആകാശം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ ഭൗതിക ലോകത്തിന്റെ ഭൗതിക ലോകം കഴിഞ്ഞ് നമ്മളൊരു മഴവില്ല് പോലെ കാണുന്നില്ല, ഇങ്ങനെ എന്താണ് പറയണത്, നമ്മുടെ മഹത്വത്വം എന്ന് പറയുന്നതിന് നമ്മള് ഭൂമി ജലം ഇതൊക്കെ കൂടി ഇങ്ങനെ ഒരു ലെയർ പോലെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാകും. ഓർമ്മയുണ്ടോ? അത് നിങ്ങൾ ആ പിക്ചർ ഓർമ്മയുണ്ടോ? നമ്മുടെ ഭൗതിക ലോകം കഴിഞ്ഞിട്ട് ഒരു ഇങ്ങനെ കുറെ കളർഫുൾ ആയിട്ട് ഇങ്ങനെ കണ്ടിട്ടൊരു ലൈൻ പോലെ കിടന്നിട്ടാണ് പിന്നെ അടുത്ത ഭൗതിക ലോകം കഴിഞ്ഞിട്ടുള്ള ആത്മീയ ലോകം തുടങ്ങുന്നത്. അപ്പൊ അതാണ് പറയുന്നത് കേട്ടോ. നോക്കട്ടെ, കാണിച്ചിട്ട് ലാസ്റ്റ്. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഭൗതിക ലോകത്തെ അടക്കി ഭരിക്കാനുള്ള ആഗ്രഹത്താലും പരമപുരുഷ ഭഗവാനുള്ള നിസ്സഹകരണത്താലും ജീവസത്ത മഹത്തത്വം എന്നറിയപ്പെടുന്ന ഭൗതിക ലോകത്തിന്റെ ആകെ തുകയുമായി സമ്പർക്കത്തിലാകുന്നു. ആ മഹത്തത്വത്തിൽ നിന്നും ഭൗതിക ലോകവുമായുള്ള അവന്റെ മിഥ്യയായ താതാത്മ്യവും ഒപ്പം ഭൗതിക ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളും വികസിക്കുന്നു. അപ്പൊ ഭൗതിക ലോകത്തെ അടക്കി ഭരിക്കാനുള്ള ആഗ്രഹം കൊണ്ടും പരമപുരുഷ ഭഗവാനുമായിട്ടുള്ള നിസ്സഹകരണം കൊണ്ടും ഭഗവാനുമായിട്ടുള്ളൊരു സഹകരണ ഭാവം ഇല്ലാത്തത് കൊണ്ടും ജീവാത്മാവ് എന്ത് സംഭവിക്കുന്ന മഹത്വത്വം എന്നറിയപ്പെടുന്ന ഭൗതിക ലോകത്തിന്റെ ആകെ തുകയുമായി സമ്പർക്കത്തിലാകുന്നു. അപ്പൊ ഈ ഭൗതിക പ്രപഞ്ചവുമായിട്ട് ജീവാത്മാവ് എന്താണ്? അതിലേക്ക് മാറാണ് ചെയ്യുന്നത്, ഭൗതിക പ്രപഞ്ചത്തിലേക്ക്. ആ മഹത്വത്തിൽ നിന്നും ഭൗതിക ലോകവുമായുള്ള അവന്റെ മിഥ്യയായ താതാത്മ്യവും ഒപ്പം ഭൗതിക ബുദ്ധി മനസ്സും ഇന്ദ്രിയങ്ങളും വികസിക്കുന്നു. അപ്പൊ അതിൽ നിന്നും എന്ത് സംഭവിക്കുന്നു? ഭൗതിക ലോകവുമായിട്ടുള്ള അവന്റെ മിഥ്യയായിട്ടുള്ള താതാത്മ്യം, ഒപ്പം തന്നെ ഭൗതിക ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ ഇതൊക്കെ ഇതിനോടൊപ്പം തന്നെ, അതായത് നമ്മൾ ഈ ഭൗതിക പ്രപഞ്ചത്തിലേക്ക് വരുമ്പോ നമ്മുടെ ഏത് ബുദ്ധിയാണ് പിന്നെ പ്രവർത്തിക്കുന്നത്? മിഥ്യയായിട്ടുള്ള ഭൗതിക ബുദ്ധി, ഭൗതികമായ ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങളാണ് അവിടെ നമ്മള് വികസിക്കുന്നത്. ഇവയെല്ലാം ജീവസത്തയുടെ പരിശുദ്ധ ആത്മീയ വ്യക്തിത്വത്തെ അനാച്ഛാദനം ചെയ്യുന്നു. അപ്പൊ ഇത് എന്ത് സംഭവിക്കുകയാണ്? നമ്മുടെ യഥാർത്ഥത്തിലുള്ള നമ്മുടെ ആ വ്യക്തിത്വത്തെ ആച്ഛാദനം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ നമ്മള് ശരിയായിട്ടുള്ള നമ്മുടെ ആ വ്യക്തിത്വത്തെ മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. യോഗ പ്രക്രിയയിൽ എപ്പോൾ ഒരുവൻ തന്റെ ശുദ്ധ വ്യക്തിത്വത്തെ ആത്മസാക്ഷാത്കാരത്തിലൂടെ ഗ്രഹിക്കുന്നുവോ അപ്പോൾ 5 സ്ഥൂല ഘടകങ്ങളെയും സൂക്ഷ്മ ഘടകങ്ങളായ മനോബുദ്ധികളെയും വീണ്ടും മഹത്തത്വമായി സംയോജിപ്പിച്ചു. ഇവിടെ യോഗ പ്രക്രിയ കൊണ്ട് എപ്പോഴാണ് ആ ശുദ്ധ വ്യക്തിത്വത്തെ, അതായത് യോഗ എന്ന് വെച്ചാൽ നമുക്കറിയാം ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യും. അപ്പൊ എപ്പോഴാണോ ഭഗവാനുമായിട്ട് ബന്ധിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് സാധിക്കും? ആ ശുദ്ധ വ്യക്തിത്വത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തന്റെ ആ ശുദ്ധ വ്യക്തിത്വത്തെ കുറിച്ച് അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിലൂടെ ഗ്രഹിക്കുമ്പോൾ ഈ 5 സ്ഥൂല ഘടകങ്ങള് ഏതൊക്കെയാണ്? 5 സ്ഥൂല ഘടകങ്ങള്: ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. അതിനുശേഷം സൂക്ഷ്മ ഘടകങ്ങളായിട്ടുള്ള മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം. മനസ്സ്, ബുദ്ധി വീണ്ടും മഹത്തത്വവുമായിട്ട് സംയോജിപ്പിക്കുന്നു. അവന്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക്
സംയോജിപ്പിച്ച് അവന്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് മടങ്ങണം. അപ്രകാരം മഹത്തത്വത്തിന്റെ മുഷ്ടിബന്ധനത്തിൽ നിന്നും സ്വതന്ത്രനായ ശേഷം അവൻ പരമാത്മാവിന്റെ അസ്തിത്വത്തിൽ വിലയം പ്രാപിക്കണം. അപ്പൊ അതിനുശേഷം എന്ത് വേണം? ആ മഹത്തത്വത്തിന്റെ മുഷ്ടിബന്ധനത്തിൽ നിന്നും സ്വതന്ത്രനാകണം. അങ്ങനെയാണ് എന്ത് സാധിക്കുക? ആ പരമാത്മാവിന്റെ അസ്തിത്വത്തിന്റെ വിലയം പ്രാപിക്കാൻ സാധിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഗുണപരമായി താൻ പരമാത്മാവിൽ നിന്നും അഭിന്നനാണെന്ന് ഉണർന്ന് അപ്രകാരം തന്റെ പരിശുദ്ധ വ്യക്തിത്വവുമായി സംയോജിപ്പിച്ച ബുദ്ധിയാൽ ഭൗതികാകാശത്തെ മറികടക്കുകയും ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമയുത സേവനത്തിൽ നിരതരായിരിക്കുകയും ചെയ്യുന്നു. ആത്മീയ വ്യക്തിത്വത്തിന്റെ പരമപരിപൂർണമായ വികാസമാണിത്. വിതുരരുടെയും ഭഗവാന്റെയും കൃപയാൽ ധൃതരാഷ്ട്രർ ആ അവസ്ഥയെ പ്രാപിച്ചു. വിതുരരുമായുള്ള വ്യക്തിപരമായ സമ്പർക്കത്തിന്റെ രൂപത്തിൽ ധൃതരാഷ്ട്രർ ഭഗവത് കൃപയ്ക്ക് പാത്രമായി. എന്നു മാത്രമല്ല, വിതുരരുടെ നിർദ്ദേശങ്ങളെ അദ്ദേഹം യഥാർത്ഥത്തിൽ പരിശീലിച്ചപ്പോൾ പരമമായ പരിപൂർണ അവസ്ഥയെ പ്രാപ്തമാക്കാൻ ഭഗവാൻ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു. ഇവിടെ മഹത്തത്വത്തിന്റെ കുറിച്ച് പറയാണ്. ഈ 5 ഘടകങ്ങളെയും സൂക്ഷ്മ ഘടകങ്ങളായിട്ടുള്ള മനസ്സ്, ബുദ്ധി, ഇതിനെയും മഹത്തത്വമായിട്ട് സംയോജിപ്പിച്ചു. അപ്പൊ യഥാർത്ഥ അവസ്ഥയിലേക്ക് ഒരു വ്യക്തിക്ക് മടങ്ങാനായിട്ട് സാധിക്കും. അപ്രകാരം മഹത്തത്വത്തിന്റെ മുഷ്ടിബന്ധനത്തിൽ നിന്നും സ്വതന്ത്രരായി കഴിഞ്ഞാല് എന്തിലേക്ക് വിലയം പ്രാപിക്കാൻ സാധിക്കും? പരമാത്മാവിലേക്ക് വിലയം പ്രാപിക്കാനായിട്ട് സാധിക്കും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇവിടെ ഒരു കാര്യം കൂടി ആലോചിക്കണം. യോഗാസിദ്ധിയിലൂടെയാണ് പോകുന്നത്. അപ്പൊ ഇവിടെ എന്തിലേക്കാ പോകുന്നത്? പരമാത്മാവിലേക്കാണ് വിലയം പ്രാപിക്കുന്നത്. ഭഗവാനിലേക്കല്ല, പരമാത്മാവിലേക്ക് വിലയം പ്രാപിക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഗുണപരമായി താൻ പരമാത്മാവിൽ നിന്നും അഭിന്നനാണെന്നും ഉണർന്ന് അപ്രകാരം തന്റെ പരിശുദ്ധ വ്യക്തിത്വവുമായി സംയോജിപ്പിച്ച ബുദ്ധിയാൽ ഭൗതിക ആകാശത്തെ മറികടക്കുകയും ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമയുത സേവനത്തിൽ നിരതരായി തീരുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ പരമാത്മാവിൽ നിന്ന് ഗുണപരമായിട്ട് താൻ പരമാത്മാവിൽ നിന്നും അഭിന്നനാണ്. ഗുണപരമായിട്ട് എങ്ങനെയാണ്? ഭഗവാനും ജീവാത്മാക്കളും ഒരേപോലെയാണ് എന്ന് മനസ്സിലാക്കി അപ്രകാരം തന്റെ പരിശുദ്ധ വ്യക്തിത്വവുമായി സംയോജിപ്പിച്ച ബുദ്ധിയാൽ, പരിശുദ്ധമായിട്ടുള്ള വ്യക്തിത്വമായിട്ട് സംയോജിപ്പിച്ച ബുദ്ധി കൊണ്ട് ഈ ഭൗതിക ആകാശത്തെ മറികടക്കുക ചെയ്തു കഴിഞ്ഞാൽ എന്ത് സാധിക്കും? ഭക്തിയുത സേവനത്തിൽ നിരതരായി തീരാനായിട്ട് സാധിക്കും. ആത്മീയ വ്യക്തിത്വത്തിന്റെ പരമപരിപൂർണ വികാസമാണിത്. അപ്പൊ ഈ പറഞ്ഞത് നമ്മളെ ഈ ഒരു അവസ്ഥ നമുക്ക് എത്താന്ന് പറയുമ്പോ എപ്പോഴാണ്? ആത്മീയ വ്യക്തിത്വത്തിന്റെ പരമപരിപൂർണതയിൽ എത്തുന്ന ഒരു അവസ്ഥയാണിത്. വിതുരരുടെയും ഭഗവാന്റെയും കൃപയാൽ ധൃതരാഷ്ട്ര അവസ്ഥയെ പ്രാപിച്ചു. ധൃതരാഷ്ട്രക്ക് അത് പ്രാപിക്കാൻ സാധിച്ചു. ആ ശുദ്ധഭക്തനായിട്ടുള്ള വിതുരരുടെയും ഭഗവാന്റെയും കാരുണ്യം കൊണ്ട്. വിതുരരുമായുള്ള വ്യക്തിപരമായ സമ്പർക്കത്തിന്റെ രൂപത്തിൽ ധൃതരാഷ്ട്രർ ഭഗവത് കൃപയ്ക്ക് പാത്രമായി എന്ന് മാത്രമല്ല, വിതുരരുടെ നിർദ്ദേശങ്ങളെ അദ്ദേഹം യഥാർത്ഥത്തിൽ പരിശീലിച്ചപ്പോൾ പരമമായ പരിപൂർണ അവസ്ഥയെ പ്രാപ്തമാക്കാൻ ഭഗവാൻ അദ്ദേഹത്തെ സഹായിച്ചു. അങ്ങനെ വിതുരരുടെ വ്യക്തിപരമായ സമ്പർക്കത്തിന്റെ രൂപത്തില് ധൃതരാഷ്ട്രക്ക് എന്താണ്? ഭഗവാന്റെ കൃപ കിട്ടിയെന്ന് മാത്രമല്ല, വിതുരരുടെ നിർദ്ദേശങ്ങൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടപ്പോ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എന്ത് സഹായം കിട്ടി? ഭഗവാന്റെ സഹായം കൂടി അദ്ദേഹത്തിന് ലഭിച്ചു. ഒരു ശുദ്ധ ഭക്തൻ ഭൗതിക ആകാശത്തിലെ ഒരു ലോകത്തിലും ജീവിക്കുന്നില്ല. ഒരു ഭഗവാന്റെ ഭക്തൻ, ശുദ്ധ ഭക്തൻ എവിടെയാണ്? ഭൗതികാകാശത്തിലെ ഒരു ലോകത്തിലും ആരില്ല? ശുദ്ധഭക്തൻ ഇല്ല. ഭൗതിക ഘടകങ്ങളുമായുള്ള സമ്പർക്കവും അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നില്ല. ഭഗവാനുമായി അനന്യമായ താല്പര്യത്തിന്റെ ആത്മീയ തരംഗത്താൽ പൂരിതമാകിയാൽ അദ്ദേഹത്തിന് ഭൗതിക ശരീര എന്നൊന്ന് നിലനിൽക്കുന്നില്ല. അപ്രകാരം അദ്ദേഹം മഹത്തത്വം എന്ന ആകെ തുകയുടെ സർവ്വവിധ മാലിന്യങ്ങളിൽ നിന്നും ശാശ്വതമായി സ്വതന്ത്രരാകുന്നു. അദ്ദേഹം എപ്പോഴും ആത്മീയാകാശത്തിലാകുന്നു. തന്റെ ഭക്തിയുടെ സേവനത്തിന്റെ പ്രഭാവത്താൽ 7 വിധ ഭൗതിക ആവരണങ്ങൾ അതിക്രമിക്കുകയാൽ അത് പ്രാപ്തമാകുന്നു. ഭക്താത്മാക്കൾ ഈ ആവരണങ്ങൾക്കുള്ളിലും അതേസമയം മുക്താത്മാക്കൾ ഈ ആവരണത്തിനപ്പുറം അതിവിദൂരതയിലുമാണ്. അപ്പൊ ഇവിടെ ശുദ്ധ ഭഗവത് ഭക്തന്മാർ ഭൗതിക ആകാശത്തിലെ ഒരു ലോകത്തിലും ജീവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഭൗതിക ലോകത്തിലെ ഭൗതിക ഘടകങ്ങളുടെ സമ്പർക്കവും അദ്ദേഹത്തിന് ഒരിക്കലും അനുഭവപ്പെടുന്നില്ല. ഭഗവാനുമായിട്ട് അനന്യമായ താല്പര്യത്തിന്റെയും ആത്മീയ തരംഗത്താൽ പൂരിതമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഭൗതിക ശരീരം എന്ന് പറഞ്ഞ ഒന്നുണ്ടാവില്ല. എന്തുകൊണ്ട്? കാരണം ഭഗവാനുമായിട്ടുള്ള അനന്യമായ താല്പര്യത്തിന്റെയും പിന്നെ ആത്മീയമായ തരംഗത്തിന്റെയും അടിസ്ഥാനത്തില്
അപ്രകാരം അദ്ദേഹം മഹത്വത്വം എന്ന ആകെ തുകയുടെ സർവ്വവിധ മാലിന്യങ്ങളിൽ നിന്നും ശാശ്വതമായി സ്വതന്ത്രമാകുക. അപ്പൊ ഈ പറഞ്ഞ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ മഹത്വത്വത്തിൽ നിന്നും സ്വതന്ത്രമായവരാണത്. അപ്പൊ അവരെപ്പോഴും എവിടെയായിരിക്കും? ആത്മീയ ആകാശത്തിലായിരിക്കും. ഭക്തിയുടെ സേവനത്തിന്റെ പ്രഭാവം കൊണ്ട് ഈ പറഞ്ഞ മഹത്വത്വത്തെ മറികടന്നവരായിരിക്കും അവര്. അപ്പൊ ഈ ഭക്താത്മാക്കൾ എങ്ങനെയാണ്? ഇത്തരത്തിലുള്ള ഈ ആവരണങ്ങൾക്കുള്ളിലായിരിക്കും. മുക്താത്മാക്കൾ എന്ന് പറയുന്നത് ഈ ആവരണത്തിന്റെ പുറത്തായിരിക്കും. അപ്പൊ ഈ ഭക്താത്മാക്കൾ ഈ ഭൗതിക ലോകത്തിലാവും, ഇതിന്റെ ഉള്ളിലായിരിക്കും വരുന്നത്. മുക്താത്മാക്കള് ഇതിന്റെ പുറത്തായിരിക്കും വരുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.